ഉണ്ടോ? ലാലേട്ടാ, എനിക്ക് വീക്ക് ആവുന്നത് പറഞ്ഞാല് പറയുന്ന കേൾക്കുമ്പോഴാണ്. എനിക്ക് ഗബ്രി കാരണമല്ല ഞാൻ വീക്ക് ആവുന്നത്. ലാലേട്ടാ, ഞാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിച്ച അതിമനോഹരമായ ജാസ്മിൻ്റെ കരഞ്ഞുമെഴുകൽ നാടകത്തിന് ശേഷം ഈ ആഴ്ച ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന TRP കൂട്ടാനുള്ള പുതിയ നാടകമാണ് ഗബ്രിയുടെ കരഞ്ഞുമെഴുകൽ. അതെ, ഇതിനാകപ്പാടെ പേരുകളിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത്. സായികൃഷ്ണൻ വന്ന് പുറത്തു നടന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ മറ്റു കണ്ടസ്റ്റൻസ് കൊടുത്ത ഹിൻസ്, അതിൽ നിന്നെല്ലാം പിന്നീട് നമ്മൾ കണ്ടത് ബിഗ് ബോസ് ഹൗസിൽ കരഞ്ഞ് കണ്ണീർ മഴ പെയ്യിച്ച ജാസ്മിനെ ആയിരുന്നു. കുറച്ചൊക്കെ സഹതാപ തരംഗം പുറത്തുണ്ടാക്കാൻ ജാസ്മിന് അതുവഴി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നെങ്കിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ജാസ്മിൻ ശ്രമിച്ചതിൻ്റെ ഒരു പരിസമാപ്തി, അല്ലെങ്കിൽ ജാസ്മിന് നൈസായിട്ട് PR വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ, ആ കാര്യമല്ല നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്നലെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒരു ചോദ്യം ചോദിക്കലും കുറേ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ നമുക്കറിയാം കുറേ കണ്ടസ്റ്റൻസ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇഷ്യൂവിൽ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം കഥാനായികയുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. അപ്പോൾ ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ച ആ ക്വസ്റ്റിന് ജാസ്മിൻ കൊടുത്ത വളരെ മനോഹരമായ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാനാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ജാസ്മിൻ പറയുവാണ്, ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, പ്രണയത്തിൽ എത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇതെന്താ ചെമ്മീൻ എങ്ങാനാണോ ചാടിപ്പോവാതെ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്? എന്താണ് ഈ കുട്ടി ഉദ്ദേശിച്ചത്? ഇനി അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്. എന്ത് തേങ്ങകളാവട്ടെ, ഞങ്ങൾക്കറിയാം ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം അല്ല. അത് ശരിയാണ് കേട്ടോ. ഇപ്പോൾ ബിഗ് ബോസിൽ അകത്ത് കാണിക്കുന്ന കാര്യങ്ങളെ ബിഗ് ബോസിൻ്റെ അകത്ത് പ്രാക്ടിക്കലി ആയിട്ട് നടക്കുള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടക്കാൻ ഒരു ചാൻസ് ഇല്ല. നമുക്കറിയാം ഇത്രമാത്രം ക്യാമറകളുള്ള കാരണം അതായിരിക്കും കുട്ടി ഉദ്ദേശിച്ചത്. പിന്നെ പറയുന്നു, ആരൊക്കെയോ പറഞ്ഞു ഇതിനകത്ത് വന്നപ്പോൾ ഉള്ള ഗെയിം പ്ലാൻ ആണ് എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തു വന്നതാണ്. പാളിപ്പോയ ഒരു പ്ലാൻ അത് ഞാൻ പറയത്തില്ല. അകത്ത് വന്നുണ്ടാക്കിയ ഒരു പ്ലാനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ദിവസം കൊണ്ട് ബിൽഡായത് ആണോ? അല്ല, ഒരു ദിവസം കൊണ്ട് ബിൽഡല്ല, സെറ്റ് അങ്ങനെ നമ്മൾ പറയുന്നില്ല. ഇത് ഒരു ദിവസം പോലും എടുക്കാത്തൊരു പ്ലാനായിരുന്നു. ആ കാര്യത്തിൽ 100% ഞാൻ ജാസ്മിനോട് കൂടെ യോജിക്കുന്നു. സെറ്റ്. ഒരു ദിവസം കൊണ്ട് സംസാരിച്ചപ്പോൾ ജസ്റ്റ് സൗഹൃദം, ഡേ ബൈ ഡേ. ഈ ഡേ ബൈ ഡേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ കൊച്ചുദ്ദേശിച്ചത് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണോ? അതായത് വന്ന് പിറ്റേ ദിവസം തന്നെ കെട്ടിപ്പടുത്ത ഉമ്മ വയ്ക്കലും ഒക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതായിരിക്കും ഡേ ബൈ ഡേ എന്നതുകൊണ്ട് കൊച്ചുദ്ദേശിച്ചത്. ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്നും, അതായത് ഡേ ബൈ ഡേ ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്നും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ ജാസ്മിനും ഗബ്രിയും അല്ല കുറ്റക്കാർ, മറ്റുള്ളവരുടെ പെരുമാറ്റം. അവരുടെ പെരുമാറ്റം നല്ലതല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ പെരുമാറിയതിലെന്തോ പ്രശ്നമുള്ളതിൻ്റെ പേരിലാണ് ഈ പരിപാടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഞാൻ ഈ 2 പിള്ളേരും നമ്മുടെ ജാബ്രികളെ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു, വല്ലാണ്ട് അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. പാവം പിള്ളേർ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നു, ഞങ്ങൾ 2 പേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയതുകൊണ്ട്. നോ, സയാമീസ് ഇരട്ടകൾ കേട്ടോ. സയാമീസ് ഇരട്ടകളാണെങ്കിൽ പോലും 2 തരത്തിലാണ് ചിന്തിക്കുക. ഇത് അതുക്കും മേലെ എന്തോ ആണ്. ഒറ്റപ്പെടൽ കൊണ്ട് ഇത് ഏത് ദൈവമേ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ പോലെയായല്ലോ. ഇവർ ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഏത് മരുഭൂമിയിലാണോവോ? ഈ കുട്ടി മാത്രമാണ് 20 കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ടിട്ട് ഒറ്റപ്പെട്ട് ഒരു പച്ചവെള്ളം പോലും കിട്ടാതെ മരുഭൂമിയിൽ കിടക്കുന്ന ഈ കുട്ടി. അതെ, നമുക്കവിടെ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു കൈ പിടിച്ച് അങ്ങനെ പറഞ്ഞ് അപ്പം ഈ ഒറ്റപ്പെടൽ കൂടുതലായി കഴിഞ്ഞപ്പോൾ ഒരു കൈ കെട്ടിയപ്പോൾ അങ്ങ് പിടിച്ചു, സമ്മതിച്ചു, പിടിക്കട്ടെ. ഓരോ ദിവസം കൂടുന്തോറും ആ സ്നേഹം അങ്ങനെ അങ്ങോട്ട് കൂടി വന്നു. പക്ഷെ അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് നിങ്ങൾ വിളിക്കരുത്, സിറ്റുവേഷൻഷിപ്പ് എന്ന് വിളിക്കരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് അതിലൊക്കെ വിട്ട എന്തോ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം ആരാണ് ഇവിടെ കുറ്റക്കാർ? ജാസ്മിൻ കുറ്റക്കാരെയാണോ? ഗബ്രി കുറ്റക്കാരനാണോ? ഒരിക്കലും അല്ല. അവിടെ പെരുമാറിയ ആളുകൾ, എന്തിനാണ് അവരങ്ങനെ പെരുമാറിയത്? അതുകൊണ്ടല്ലേ ഇവർ തമ്മിൽ കിസ് അടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജാസ്മിനെ കുറ്റം പറയില്ല. അപ്പം ഇങ്ങനെയുള്ള ജാസ്മിൻ്റെ ഈ എക്സ്പ്ലനേഷൻ കേട്ട വഴിക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായെന്ന്.
നിങ്ങൾക്ക് എന്തെങ്കിലും കോപ്പ് മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് ഒരു തേങ്ങ മനസ്സിലായില്ല. ഇത്രയും നീട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇപ്പം കാര്യങ്ങളൊക്കെ ക്ലിയറായി, ജാസ്മിൻ നന്നായി കളിക്കൂ. ഗബ്രി തേഞ്ഞു. ഗബ്രിയോട് മറുപടി എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഗബ്രി പറഞ്ഞു എനിക്കൊരു മറുപടിയില്ല. ഞാനൊരു കാര്യം പറയാട്ടോ, ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളും മനസ്സിലായോ? ഇപ്പോഴും എനിക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല ഇത് എന്ത് കോപ്പാണെന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മളെ എല്ലാവരും മണ്ടന്മാരാക്കി നല്ല നൈസായിട്ട് തോന്നിവാസം കാട്ടി ബിഗ് ബോസ് ഹൗസിൽ തുടർന്നു കൊണ്ടുപോകുന്നു. അവരെക്കുറിച്ച് സിബിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പറഞ്ഞ പോലെ അവരെക്കുറിച്ച് നാട്ടുകാർ പറയണം, അവരെക്കുറിച്ചായിരിക്കണം ബോയ്സും കാര്യങ്ങളും, അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒരു കോപ്പും പറയാനില്ല. ഒരു വലിയ ന്യായീകരണവും ന്യായവാദങ്ങളും അത് അംഗീകരിച്ചു കൊടുക്കാൻ ബിഗ് ബോസും